ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത അപഹാസ്യകരമായ വീഡിയോയോ റീലുകളോ ചിത്രീകരിച്ചാൽ ഇനി അഴിയെണ്ണും. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിന് മുന്നിൽ ഇനി റീൽസ് ചിത്രീകരണം നടത്തിയാൽ അത് പണി കിട്ടുക തന്നെ ചെയ്യും. റീൽസ് ചിത്രീകരണം അവിടെ നിരോധിച്ചിരിക്കുകയാണ്. TTD ദേവസ്വം ബോർഡാണ് ഈ തീരുമാനമെടുത്തത്. ചിലർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അപഹാസ്യകരമായ റീലുകൾ ചിത്രീകരിക്കുകയും അവ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ റീലുകൾ വലിയ തോതിൽ തന്നെ വൈറലായി മാറുകയും പല കോണുകളിൽ നിന്നും ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നതോടുകൂടി തന്നെയാണ് ക്ഷേത്രത്തിന് മുന്നിൽ ഈ റീലുകൾ എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സാഹചര്യമുണ്ടായത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് മാത്രമല്ല, ക്ഷേത്ര പരിസരത്തും ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിക്കുന്നത് അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ കർശനമായ നടപടിയെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ തിരുമല തിരുപ്പതി ക്ഷേത്രത്തെ ഉന്നം വെച്ചുകൊണ്ട് പല രീതിയിലുമുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് സാമൂഹിക വിരുദ്ധരടക്കം ശ്രമം നടത്തുന്നത്. ഇക്കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു, അതായത് കുറച്ചധികം മാസങ്ങൾക്ക് മുൻപാണ് നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയ സംഭവം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. മാത്രമല്ല, അന്യമതസ്ഥർ അല്ലെങ്കിൽ അന്യമതത്തിൽ വിശ്വസിക്കുന്നവർ ഉൾപ്പെടെ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകയറി അവിടെ ജോലി ചെയ്യുന്നതിലൂടെ ക്ഷേത്രത്തിന്റെ പരിപാവനമായ സംസ്കാരത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി വന്നു. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട വിഷയം. തിരുപ്പതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് റീൽസ് ചിത്രീകരിക്കുന്നത് TTD നിരോധിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്ന തിരുപ്പതി തിരുമല ദേവസ്വം തന്നെയാണ് തീരുമാനമെടുത്തതും. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുകയോ അത് റീലായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് തിരുമല ദേവസ്വത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ചിലർ ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള നൃത്ത രംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ ഒരു തീരുമാനമെടുത്തത്. ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റുമുള്ള സ്ട്രീറ്റിലുമായി മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ആഭാസകരമായ നൃത്തരംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് ക്ഷേത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നും വിലയിരുത്തുന്നു. അത് ദേവസ്വം ബോർഡ് തന്നെയാണ് ഇത്തരം ഒരു വിലയിരുത്തൽ പുറത്തുവിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിനോടുള്ള ബഹുമാനമില്ലായ്മയാണിതെന്നും അതിൻ്റെ ആത്മീയ സംവിധാനത്തിന് നിരക്കാത്ത തരത്തിലാണ് ഈ പ്രവൃത്തിയെന്നും ദേവസ്വം ബോർഡ് അധികൃതർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ലക്ഷക്കണക്കിന് ഭക്തർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരമായി എത്തുന്ന ക്ഷേത്രത്തിലെ ഭക്തിപരമായ അന്തരീക്ഷത്തിന് അത് കളങ്കം വരുത്തുകയും ഭക്തിയോടെ എടുക്കുന്ന അത് ലക്ഷങ്ങളുടെ മനസ്സിനെ അതായത് ഭക്തരുടെ മനസ്സിനെ അത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം നടപടി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത്. ആനന്ദ നിലയം, കലിയുഗ വൈകുണ്ഠം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രം വൈഷ്ണവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നുകൂടിയാണ്. പത്മനാഭ മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മി ഭൂമിദേവി സമേതയായി തന്നെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ലക്ഷ്മി നാരായണ സങ്കല്പമുള്ള ക്ഷേത്രമാണിത്. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിക്ക് മഹാവിഷ്ണുവിന് തുല്യമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഭഗവതി പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. തമിഴ് ഭക്ത കവികളായ ആഴ്വർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യ ശ്ലോകങ്ങളിൽ ഒന്നുകൂടിയാണ്. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിൽ 7 കുന്നുകളിൽ വിവിധ ഇതായി വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.